നമസ്കാരം. പണ്ട് ഫ്രാൻസിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഫ്രാൻസിൽ ദാരിദ്ര്യം കൊണ്ട് പട്ടിണി കൊണ്ട് വലഞ്ഞ ജനങ്ങൾ ഞങ്ങൾക്ക് ബ്രെഡ് തരൂ എന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഇവരെന്തുകൊണ്ടാണ് കേക്ക് ആവശ്യപ്പെടുന്നില്ല എന്ന് ചോദിച്ച ഒരു രാജ്ഞിയെക്കുറിച്ച് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. ഈ രാജ്ഞിക്ക് ശരിക്കും ഒരു പിൻഗാമി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ജപ്പാനിലാണ്. ജപ്പാനിലെ കൃഷിമന്ത്രിയായിരുന്ന വ്യക്തിയാണ്. അവിടുത്തെ ജനങ്ങൾ ഇപ്പോൾ ഭക്ഷ്യധാന്യങ്ങൾക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്നത് കണ്ട് തനിക്കിത് അറിയില്ല, എനിക്ക് നന്നായിട്ട് അരി കിട്ടുന്നുണ്ടല്ലോ എന്ന് കമൻറ്റ് പാസ്സാക്കിയത്. കൃഷിമന്ത്രി ടാക്കു എറ്റോയുടെ ഈ വാക്കുകൾ ജനങ്ങളങ്ങ് ഏറ്റെടുക്കുകയായിരുന്നു. അതിശക്തമായ പ്രതിഷേധമാണ് ഈ മന്ത്രിക്കെതിരെ ഉയർന്നത്. ജപ്പാൻ പൊതുവെ ഒരു സമ്പന്ന രാജ്യമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ഇപ്പോൾ അവിടെ ഭക്ഷ്യ സാധനങ്ങൾക്ക് തീവിലയാണ്. പല ഭക്ഷ്യസാധനങ്ങളും കിട്ടാനുമില്ല. കഴിഞ്ഞ വർഷം ഇവിടെ ഒരു വലിയ ഭൂകമ്പം വരാൻ പോകുന്നു എന്ന് സർക്കാർ അറിയിപ്പ് കൊടുത്തിരുന്നു. ഇതേ തുടർന്ന് ജനങ്ങൾ വൻതോതിൽ സാധന സാമഗ്രികൾ വാങ്ങിക്കൂട്ടിയിരുന്നു. അതും ഒരു പക്ഷേ ഈ വിലക്കയറ്റത്തിനും ഭക്ഷ്യ ദൗർലഭ്യത്തിനുമൊക്കെ കാരണമായി തീർന്നിരിക്കാം. അതുപോലെ കഴിഞ്ഞ നൂറ്റാണ്ടിന് ശേഷം ജപ്പാൻ ഇതാദ്യമായി തെക്കൻ കൊറിയയിൽ നിന്ന് അരി ഇറക്കുമതി ചെയ്യേണ്ട ആവശ്യം വന്നിരുന്നു. അപ്പോൾ ശരിക്കും ജനങ്ങളവിടെ വിലക്കയറ്റവും ഭക്ഷ്യധാന്യങ്ങളുടെ ദാരിദ്ര്യമൊക്കെ കാരണം നട്ടം തിരിയുകയാണ്. ഈ അവസരത്തിലാണ് സ്വന്തം രാഷ്ട്രീയ പാർട്ടിയുടെ സമ്മേളനത്തിൽ വെച്ച് പലരും ഇപ്പോൾ അരി കിട്ടാനില്ല, ഭക്ഷ്യധാന്യങ്ങൾ കിട്ടാനില്ല എന്ന് പരാതി പറയുന്നുണ്ട്. പക്ഷേ എനിക്കതൊരു പ്രശ്നമായി തോന്നിയിട്ടില്ല. കാരണം എനിക്ക് നന്നായി അരിയെല്ലാം കിട്ടുന്നുണ്ട്. എൻ്റെ സുഹൃത്തുക്കൾ എനിക്ക് ധാരാളം അരി എൻ്റെ വീട്ടിൽ എത്തിച്ചേരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അരിക്ഷാമം എന്നൊന്ന് ഈ രാജ്യത്തുള്ളതായി എനിക്ക് അറിയില്ല എന്നാണ് ഈ മന്ത്രി വിളിച്ചു പറഞ്ഞത്. ഇയാളുടെ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെയുള്ള പ്രതികരണം ജനങ്ങളെ അങ്ങേയറ്റം ക്ഷുഭിതരാക്കി. രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികളൊക്കെ തന്നെ ഇയാളുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് മുമ്പ് ഇയാൾ രാജിവെച്ചില്ലെങ്കിൽ ഈ മന്ത്രിക്കെതിരെ അവിശ്വാസം കൊണ്ടുവരും എന്നുവരെ പ്രതിപക്ഷം ഭീഷണി മുഴക്കിയിരുന്നു. ഏതായാലും മന്ത്രിക്ക് ജനരോഷത്തിന് മുന്നിൽ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധത്തിന് മുന്നിലൊക്കെ തന്നെ ഒടുവിൽ കീഴടങ്ങേണ്ടി വന്നു. ഇന്നലെ അദ്ദേഹം പ്രധാനമന്ത്രിയെ സന്ദർശിച്ച് രാജി സമർപ്പിച്ചിരുന്നു. പ്രധാനമന്ത്രി ഷിഗാരു ഇഷിബയ്ക്കാണ് ഇയാൾ രാജി സമർപ്പിച്ചത്. ഏതായാലും പിന്നീട് ടാക്കു എറ്റോ പറഞ്ഞത് എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി എന്നാണ്. യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ഞാൻ ഇത്തരത്തിലുള്ള ഒരു വിടുവായത്തം വിളിച്ച് പറഞ്ഞത് മോശമായി പോയി എന്ന് തനിക്ക് തന്നെ ബോധ്യപ്പെട്ടു എന്നാണ് ഇപ്പോൾ ഈ മുൻ മന്ത്രിയുടെ പ്രതികരണം. അദ്ദേഹം പറയുന്നത്, ഞാൻ പ്രസംഗത്തിന് ശേഷം വീട്ടിൽ പോയി ഇക്കാര്യം ആലോചിച്ചു, ഞാൻ എൻ്റെ മനസാക്ഷിയോട് ചോദിച്ചു ഞാൻ പറഞ്ഞ കാര്യം ശരിയാണോ എന്നുള്ളത്. അപ്പോൾ മനസാക്ഷി എന്നോട് പറഞ്ഞത് നിങ്ങൾ ചെയ്ത കാര്യം ശരിയല്ല, വളരെ മോശമായി പോയി, ഒരിക്കലും ഒരു ഭരണാധികാരി പറയാൻ പാടില്ലാത്ത തരത്തിലുള്ള പരാമർശമാണ് നിങ്ങൾ നടത്തിയതെന്ന് എൻ്റെ മനസാക്ഷി പറഞ്ഞതുകൊണ്ട് ഞാൻ രാജിവെക്കുന്നു എന്നാണ് ഇദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. 2020 മുതൽ ജപ്പാനിൽ മൊത്തത്തിൽ കനത്ത ചൂടാണ് അനുഭവപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ കാർഷിക വിളയ്ക്ക് വൻതോതിലുള്ള നാശം സംഭവിച്ചിരുന്നു. അതും ഈ ഭക്ഷ്യധാന്യങ്ങൾ ദൗർലഭ്യമാകുന്നതിന് ഒരു കാരണമായി തീർന്നിരുന്നു. കൂടാതെ വളവും മറ്റ് അനുബന്ധ ഘടകങ്ങളും ഒക്കെ തന്നെ വാങ്ങാൻ തീവില കൊടുക്കേണ്ട ഒരവസ്ഥയും ഇപ്പോൾ ജപ്പാനിലുണ്ട്. അപ്പോൾ ഈ സാഹചര്യങ്ങളിൽ പലരും കൃഷി തന്നെ ഉപേക്ഷിക്കുകയായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സന്ദർഭത്തിലാണ് അവിടുത്തെ ജനങ്ങൾ, ഒരുപക്ഷെ അവരുടെ ഓർമ്മയിൽ ഇത് ആദ്യമായിട്ടായിരിക്കാം ഇത്രയും വർഷത്തിന് ശേഷം ഒരു ഭക്ഷ്യക്ഷാമം അവിടെ അനുഭവപ്പെടുന്നത്. ജനങ്ങൾ അങ്ങേയറ്റം, സമ്പന്നരും സാധാരണക്കാരും ഒക്കെ തന്നെ അങ്ങേയറ്റം ഇക്കാര്യത്തിൽ ദുരിതം അനുഭവിക്കുകയായിരുന്നു. അപ്പോഴാണ് മന്ത്രി ഈ ഒരു വിടുവായത്തം വിളിച്ചു പറഞ്ഞത്. പ്രതിസന്ധി നേരിടുന്നതിനെ സർക്കാർ നേരത്തെ തന്നെ അവർ കരുതലായി സൂക്ഷിച്ചിരുന്ന ഭക്ഷ്യധാന്യങ്ങളും മറ്റുമൊക്കെ തന്നെ വിപണിയിൽ എത്തിച്ചിരുന്നു. പക്ഷേ ഇതും വാങ്ങണമെങ്കിൽ വൻ വില കൊടുക്കണം എന്നുള്ളതായിരുന്നു ജനങ്ങൾ നേരിട്ട പ്രശ്നം. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അവിടെ ഈ മന്ത്രിക്കെതിരെ പ്രതിഷേധം ശക്തമായി. ഏതായാലും ടാക്കു എറ്റോയ്ക്ക് പകരം മുൻ പരിസ്ഥിതി മന്ത്രിയായ ഷിൻജിറോ കൊയിസുമിയെയാണ് ഇപ്പോൾ കൃഷിമന്ത്രിയായി നിയോഗിച്ചിരിക്കുന്നത്. ഈ വരുന്ന ജൂലൈയിൽ ജപ്പാനിൽ പൊതുതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഇപ്പോൾ തന്നെ അവിടെ നിലവിലുള്ള മന്ത്രിസഭ ഒരു ന്യൂനപക്ഷ മന്ത്രിസഭയായിട്ടാണ് തുടരുന്നത്. ഈ മന്ത്രിയെ പോലെയുള്ള ആളുകളുടെ വാക്കുകൾ ജനങ്ങൾ ഏറ്റെടുക്കുകയാണെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ നിലവിലുള്ള ഭരണകക്ഷിക്ക് പ്രതിപക്ഷത്ത് തന്നെ പോയി ഇരിക്കേണ്ടി വരും എന്നാണ് ഇപ്പോൾ ജപ്പാനിലെ തന്നെ പല രാഷ്ട്രീയ നിരീക്ഷകരും കണക്ക് കൂട്ടുന്നത്. ജപ്പാനെ പോലെയുള്ള വ്യവസായത്തിൽ അധിഷ്ഠിതമായ ഒരു രാജ്യത്ത് കാർഷിക മേഖലയ്ക്കും വലിയ പ്രാധാന്യം തന്നെയാണ് നേരത്തെ അവർ നൽകിയിരുന്നത്. ലോകത്ത് ഒരുപക്ഷെ ഏറ്റവും അധികം കാറുകളും മറ്റ് യന്ത്രങ്ങളുമൊക്കെ തന്നെ നിർമ്മിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊന്നാണ് ജപ്പാൻ. അതിനൊപ്പം തന്നെ അവർ കൃഷിക്കും പ്രാധാന്യം കൊടുത്തിരുന്നു. പക്ഷേ മോശമായ കാലാവസ്ഥയും നേരത്തെ സാധനങ്ങൾ ആളുകൾ വാങ്ങിക്കൂട്ടിയ ഒരു സന്ദർഭവും എല്ലാം പരിഗണിച്ചായിരിക്കാം അവിടെ വലിയ തോതിലുള്ള ഈ വിലക്കയറ്റവും പ്രശ്നങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതിനെങ്ങനെ നേരിടണം എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അവിടുത്തെ സർക്കാർ നട്ടം തിരിയുകയാണ്. അവരുടെ കൈവശമുണ്ടായിരുന്ന നേരത്തെ കരുതൽ ആയി വെച്ചിരുന്ന ഭക്ഷ്യധാന്യങ്ങളെല്ലാം തന്നെ സർക്കാർ നേരത്തെ തന്നെ വിതരണം നടത്തുകയും ചെയ്തിരുന്നു. വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇനിയും ഒരുപക്ഷെ ഇറക്കുമതി ചെയ്താൽ മാത്രമേ ഭക്ഷ്യധാന്യങ്ങളുടെ ഈ ഒരു ക്ഷാമം പരിഹരിക്കാൻ ജപ്പാന് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് വാസ്തവം.